ഗൗതമിയാണ് എത്താൻ പോകുന്നത്. വെൽക്കം ഗൗതമി കുട്ടി ഓൺ സ്റ്റേജ്. വേറൊരു ഷേപ്പ് ഗൗതമിക്കല്ലേ? ഹലോ ഹലോ. ഗൗതമി അവിടെ നിന്ന് ഇങ്ങനെ നോർമലായിട്ട് നടന്നു വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു കാല് മാത്രം ചവിട്ടിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോരോ ഇതാ അങ്ങനെ വരും. കൊള്ളാലൊന്നും നല്ല നാടൻ വേഷത്തിലാണല്ലോ. അല്ല മുടിയും മാറ്റി ഒരു നാടൻ പെൺകുടി. എന്താണ് പ്രത്യേക ഒരു വിശേഷം? പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്. ആണല്ലേ? അതാണോ വിശേഷം? അല്ല വിശേഷല്ല. ഏത് പാട്ടാ പാടുന്നത്? ദേവകന്യക സൂര്യതമ്പുരു. അതാണ് ഈ ശാലീന വേഷത്തിൽ വന്നിരിക്കുന്നത്. അടിപൊളി കുലീനതയോട് കൂടി. നമ്മുടെ മഞ്ജു വാര്യരെ ഓർമ്മ രാത്തിങ്കൾ പൂത്താലി ചാർത്തി ദിലീപ് ഫ്രഷ്നെസ് ഉണ്ടല്ലേ ഈ പാട്ടൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ പാടും. അതാണ് മ്യൂസിക് ജോൺസൺ മാഷ്, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ് സാർ. സിനിമ ഈ പുഴയും കടന്ന് 1996. വെരി ഗുഡ്. ഈ സിനിമ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കുറച്ച് കണ്ടു. ഞാൻ വരുമ്പോ ട്രെയിനിൽ കണ്ടത്. മുഴുവനും കണ്ടോളൂ. നല്ല സിനിമയാണ്. മുഴുവൻ കാണണം. തുടങ്ങാം.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അരെ ഗൗതം ഓ അത് വന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കരുത്. ശരിയാ. കൊള്ളാം, നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. നല്ലതായിട്ട് ചിത്ര ചേച്ചിയുടെ വെർഷനല്ലേ പാടിയത്? ഇതിന് ദാസന്റെ അല്ല, വെർഷൻ, ദാസറിന്റെ ദാസന്റെ വെർഷനാണ് പാടിയത്. ആ ഈ രണ്ട് ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി. കുറച്ച് ഹൈ പിച്ച് പോർഷൻസിലൊക്കെ ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻ തോന്നി പോലെ തോന്നി. പ്രത്യേകിച്ച് അതല്ല ആ ഭാഗം അന്ന് പാടി. അതെ, അതൊന്ന് എത്തിക്കണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ട്യൂണ പാടിയത് അതാണ്. അതുപോലെ തന്നെ തങ്കനൂപുരം, അത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു അനുപല്ലവിയെക്കാളും കേട്ടാ. പിന്നെ പല്ലവി സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. ഈ രണ്ട് ഭാഗങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. പിന്നെ മൈക്കിന്റെ പൊസിഷൻ ഞാൻ അതുകൊണ്ടാണ് പാടിക്കൊണ്ടിരുന്നപ്പോ മൈക്ക് അടുപ്പിച്ച് വെക്ക്, അങ്ങനെ തന്നെ വെക്കെന്ന് പറഞ്ഞത്. യെസ്. പക്ഷെ എന്നിട്ട് പിന്നീട് മറന്നുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാനൊരു ഷോയിൽ ഇതൊരു കൊച്ചിനോട് മൈക്ക് അടുപ്പിച്ചു വെക്കാന്ന് പറഞ്ഞപ്പോ ആ കൊച്ചുകൊണ്ട് അടുപ്പിക്കൊണ്ട് വെച്ചു മൈക്ക്. ആണല്ലേ, അത് ഇപ്പൊ ഉണ്ടാക്കിയ തമാശ. അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞപ്പോ അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞപ്പോ അടുപ്പി കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇപ്പൊ കിട്ടിയത് എനിക്കറിയാം കൊള്ളൂല. പക്ഷെ നമ്മൾ എപ്പോഴും നല്ല പ്രതീക്ഷിക്കില്ല പ്ലീസ്. ആണല്ലേ. അപ്പൊ എനിക്ക് ആ രണ്ട് പ്രശ്നങ്ങൾ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു ഇത് സർ. ഒറിജിനൽ പിച്ചിലാണോ പിച്ച് താഴ്ത്തിയിട്ടാണോ പാടിയ? അല്ല, ഒറിജിനൽ ഒറിജിനൽ പിച്ചാണ്. അത് എന്തായാലും നന്നായി. പക്ഷെ സ്ട്രെയിൻ തോന്നിയത് സ്ട്രെയിൻ തോന്നിയത് മാത്രം ആ ഹൈ പിച്ചിൽ കേട്ടോ. സംഗതികളുടെ പെർഫെക്ഷൻ. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓ ഈ എനിക്ക് ഇത് പാടിക്കൊണ്ടിരുന്നപ്പോഴെല്ലാം ശരിക്കും പറഞ്ഞ 3 ആ ആക്ട്രസ് നമ്മുടെ സുന്ദരിമാരായ അവരെ ഓർമ്മ വരുന്നു. നമ്മുടെ മോഹിനി, ഓ എന്തൊരു ഭയങ്കര ഒരു സുന്ദരിയായിരുന്നു മോഹിനി. നമ്മുടെ മഞ്ജു വാര്യര്, നമ്മുടെ ചിപ്പി, ഇവരുടെ 3 പേരുടെയും സാഹോദര്യത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു ഇതൊക്കെ ഓർമ്മ വന്നു. ഇതിലല്ലേ മല്ല ചില്ലറ പൈസ, ചില്ലറ പൈസ ദിലീപേട്ടന്റെ അതേ സല്ലാപാണോ? അല്ല ഇതിൽ അല്ല ഇതിൽ തന്നെയാ. മറ്റേ സാധനം വെച്ച് നോക്കൂലേ, ബൈനോക്കുലർ വെച്ച് നോക്കി. അതെല്ലാം ഒരു നിമിഷത്തേക്ക് എല്ലാം നമ്മൾ ഒരുപാട് ഭയങ്കര ലാസ്റ്റ് ഒക്കെ ഭയങ്കര ഒരു ട്രാജഡി വന്ന് പിന്നെ ഒരു വല്ലാത്ത സ്റ്റോറിയാണ്. സ്റ്റോറി ആയിരുന്നു അത്. ആദ്യം ഒരുപാട് ചിരിച്ചെങ്കിലും എന്താണേലും അതൊക്കെ ഒരു നിമിഷം ഇങ്ങനെ വന്നു. അതിൽ നല്ല പാട്ടുകൾ ജോൺസൺ മാഷിന്റെ തിങ്കൾ പൂത്താലി, രാത്തിങ്കൾ പൂത്താലി, കാക്കക്കാര ആണോ? കേട്ടാണോ? ആ രാത്തിങ്കൾ പൂത്താലി എന്ന് 2 ലൈൻ പാടാം. പാടാം. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. നാലില്ല കോലായി നോവൈലി പൊൽപ്പായി നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നിറഞ്ഞു. രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി. അതുപോലെ ഒരുപാട് പാട്ടുകളുള്ള സിനിമയാണിത്. മോളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. മോള് നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു. നന്നായിട്ട് പാടി. എനിക്കും ആ ഒരു നാഴിയിൽ 1-2 സ്ഥലങ്ങളിൽ മേലെയുള്ള പോർഷനെ സംഗതി എടുക്കുന്നത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ മോള് നന്നായിട്ട് പാടി ഗൗതമി താങ്ക് യു മാം. കേട്ടോ. എല്ലാ കുട്ടികളും നല്ല ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ്. വളരെ സന്തോഷമുണ്ട് കേട്ടോ മോളെ. താങ്ക് യു മാം. ഗൗതമി കുട്ടി നല്ല ബ്രെത്ത് കൺട്രോൾ. എനിക്ക് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. പല സ്ഥലത്തും മണിത്തിങ്കൾ എങ്ങനെയായിരുന്നു? തങ്കനൂപുരം അത് ഫുള്ള് എന്ത് രസമായിട്ടാ അതിലെ തിങ്കൾ നോയമ്പിന് കൊടുത്ത ഫീല്. അതുപോലെ തന്നെ വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാമരം വീശുന്നു കഴിഞ്ഞിട്ട് മാള് സസ്റ്റെയിൻ ചെയ്ത് അങ്ങ് നിർത്തുക. അതേതായിരുന്നു ലൈന്? വിണ്ണിൽ മേയുന്ന അത് ഇങ്ങനെ ഒരു ഇതുപോലും എടുക്കാതെ അതൊക്കെ മോളുടെ പ്രാക്ടീസിന്റെയും ചിലപ്പോ ബൈ ബർത്ത് ആയിട്ട് ചിലർക്ക് കുറച്ച് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അതൊക്കെ കേട്ടോ. അല്ല ഇവിടെ ഈ പാട്ടുകൾ ഇത്രയും പാടി നോക്കുമ്പോഴത്തേക്ക് അവര് പോകും. ആ ഒരു കൺട്രോൾ നല്ല ഫീല്, പെർഫെക്ഷൻ മാക്സിമം മോള് ശ്രമിച്ചു. പിന്നെ ചെറിയ മോളിലോട്ട് പോയ പോർഷന്റെ ഒരു ചെറിയ സ്ട്രെയിൻ ഫീൽ ചെയ്തെന്നേ ഉള്ളൂ. അത് മോളുടെ ടോണിന്റെ ആയിരിക്കും
കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു. മോക്കൊരു പ്രത്യേക അങ്ങനത്തെ ഒരു ഇതാണ്. നല്ല തെളിഞ്ഞ് നല്ല കട്ടിയുള്ള Shrilly. കുറച്ച് ബോൾഡ് വോയിസ് Bold, അല്ലേ? ആ. അതെ Throw അതെ. ഉണ്ട് voice നല്ല ആണ്. ത്രോ ഉള്ള വോയിസാ. ഓക്കെ, സൂപ്പർ, മിടുക്കിയായി. ഇനിയും മുന്നോട്ട് Thank ഇതുപോലെ you. തന്നെ പോട്ടെ. താങ്ക് യു നമുക്ക് ഫിനാലെ വരെ എത്തണ്ടേ? ഓക്കെ, ഉം. സൂപ്പർ. അപ്പൊ ഇന്നത്തെ മാർക്ക് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. ആദ്യൊരു ജോൺസൺ മാസ്റ്റർ പൂക്കുറ്റി. താങ്ക് യു. എനിക്ക് കഴിഞ്ഞ പാട്ടിന് ഇതുപോലെ ഒരു മിസ്റ്റേക്ക് കാരണം മാർക്ക് പോയി. ആ അപ്പൊ അടുത്ത പിന്നെ അതില്ലാതെ നോക്കണം. അതെ അടുത്ത പ്രാവശ്യം 100. ഓക്കെ ഓക്കെ. അതേപോലെ നമ്മോട് പറഞ്ഞു എന്റെ 100 ഇതുപോലെ പല പ്രാവശ്യമായിട്ട് നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പൊ അതും കൂടി ഒന്ന് കറക്റ്റ് ആയിരുന്നെങ്കിലോ അല്ലേ? ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ. ഓക്കെ. ശരി മോളെ. അപ്പൊ അതില്ലാണ്ട് ഇനി ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.